ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് കടന്നു പോകുന്ന ഭാഗം വനമല്ലെന്ന് കാണിച്ച് കോടതിയിൽ സർക്കാർ തിരുത്തൽ സത്യവാങ്മൂലം നൽകുന്നത് വൈകിപ്പിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി അടിമാലി ഇരുമ്പുപാലത്ത് ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികൾ നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. ഈ നിർമ്മാണ പ്രതിസന്ധിയിൽ പരിഹാരം കാണുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ കോടതിയിലുണ്ടാകേണ്ടെന്ന സർക്കാർ ഇടപെടൽ വൈകുന്നുവെന്ന ആക്ഷേപം ശക്തമായിട്ടുള്ളത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ റോഡ് കടന്നു പോകുന്ന ഭാഗം വനമല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ സർക്കാർ കോടതിയിൽ ഹാജരാക്കണമെന്നും വിഷയത്തിൽ മുൻപ് സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം തിരുത്തി നൽകാൻ തയ്യാറാകണമെന്നുമാണ് ആവശ്യം. ഈ ആവശ്യമുയർത്തിയായിരുന്നു കോൺഗ്രസ് അടിമാലി ഇരുമ്പുപാലത്ത് ദേശീയപാത ഉപരോധിച്ചത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയുടെ വികസനം ഈ സർക്കാരിന് ഒരു പൈസ ഇവിടെ മുടക്കില്ലാത്ത കാര്യം. ഇവിടെയാണ് ഈ സർക്കാരിനോട് ഈ നാടിനോടുള്ള പ്രതിബദ്ധതയില്ലായ്മ കൂടുതൽ വെളിവാകുക. ആ വനംവകുപ്പിന്റെ വാദഗതികളെ ചൂടുപിടിക്കുന്ന MN ജയചന്ദ്രനാണ് ശരിയെന്നും അവർ സ്ഥാപിച്ചു വെക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. ഉപരോധ സമരത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം സമയം ഗതാഗതം തടസ്സപ്പെട്ടു. കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. നിരവധി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പോഷക സംഘടനാ ഭാരവാഹികളും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.